രാവിലെ ഒരു 9:30 സമയത്ത് അർബിൻ്റെ മോള് വിളിച്ച് ഓളെടുത്ത് കൊണ്ടുപോയി ആക്കി കൊടുത്ത്. ആ പോണൊരു സമയത്ത് ഇന്നലെ രാത്രിക്കത്തെ പൊറാട്ടയും മീൻകറി ഉണ്ടായിന്. അത് രാവിലെ ഇങ്ങോട്ട് അടിച്ച് കയറ്റി തിന്നാണങ്ങോട്ട് പോയി. പിന്നെ തിരിച്ച് വന്ന് റൂമിലിങ്ങനെ ഇരുന്നപ്പോൾ എന്തോ അങ്ങനെ പോയിച്ച. അപ്പോൾ പിന്നെ കുറച്ച് ചോറ് തിന്നാലോ എന്ന് ആലോചിച്ച്. അപ്പോൾ ചോറ് തിന്നാനൊരു മൂഡില്ല. അപ്പോൾ ഒരു മൂഡ് വന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി കിട്ടല്ലോ, പറഞ്ഞു പോയാൽ പോട്ടെ. അപ്പോൾ പിന്നെ കരുതി ഒരു പഴം 2 പഴം വാങ്ങിയിട്ട് അങ്ങോട്ട് അടിച്ച് അതിന് കൊടുത്തുള്ള വെള്ളം അത് തിന്നുമ്പോൾ തന്നെ പകുതി പള്ളൊക്കെ എന്ത് ചെയ്യും അങ്ങോട്ട് നിറഞ്ഞു കൂടും. ആ ഭായി അവിടെ നിന്നാണ് വർത്തമാനം പറയാം. അപ്പം ഇങ്ങനെ നടന്നു പോകണം. എന്താ ചങ്ങാഴ്ച ഇവിടെ നോക്കണേ, ഒരു വീഡിയോ എടുക്കാൻ പോകണം. ഏതൊരു അറബിൻ്റെ ഏതൊരു ഒരു മരപ്പൊട്ടം ഇങ്ങനെ വീഡിയോ എടുത്താൽ എന്താ ഈ ചങ്ങായി പറഞ്ഞങ്ങണ്ട് നടക്കണമെന്നുള്ള ആ ഒരു മട്ടത്തിലാണ് മൂപ്പരാൾ നോക്കുന്ന ആ ഒരു നോട്ടം. ഏതൊരു ചങ്ങായിയാണ് പക്കാല തുറന്നിക്കണം. സത്യം പറഞ്ഞാൽ കുറച്ചുള്ളൂ നടക്കാൻ എന്നുണ്ടെങ്കിൽ പോലും എന്താണ് ചുട്ടാറ് പൊള്ളുന്ന വെയിലാണ്. രക്ഷ വെയിലോ വെയിൽ. അതൊക്കെ പോകണ അറബിതാ നോക്കി ചിരിച്ചു ബക്കാലയിലെത്തിക്കണേ. ബക്കാല ഇതിങ്ങനെ വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ പഴം. ലേറ്റസ്റ്റ് പഴം. ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരാത്ത് ഇത് 2 പഴം. ഇത് മതി എന്നൊക്കെ കൂടി തിന്നാനുള്ളത്. ഇത് മതി. ചങ്ങ മാറിക്കാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. 2 പഴം ഇത് മതി. അങ്ങനെ ഇന്ന് ഉച്ചക്കത്തെ നമ്മുടെ ഫുഡ് ദാറ്റ് ഈസ് ദ 2 പയ ഹേ. നമ്മൾക്കതൊക്കെ മതി. നമ്മളൊക്കെ ചെറിയ വയറാണ്, ചെറുത് എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ ഇതന്നെ നമുക്ക് ധാരാളമാണ്. ഇനി എപ്പോഴൊന്നും തോന്നില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ തിന്നും. ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ വെയിൽ നാട്ടിലേക്ക് ഇപ്പോൾ തണുപ്പായിരിക്കൂലേ. ഇവിടെയൊക്കെ പുടുത്തമുട്ട വെയിലാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങി നടന്ന് പോയി സാധനം വാങ്ങിക്കൊണ്ടുവരിക എന്നല്ലാതെ വേറെ നിവർത്തി നെഹി ഹേ. ഇപ്പോൾ അവിടെ കുത്തിറക്കാം. കഴിയണത് എന്ത് ചെയ്യുന്നത് വെയിൽ ഒഴിവാക്കി ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എങ്ങനെ പോവുക. അപ്പോൾ ഒരു ഇത്തിരി തണലിട്ടും. വണ്ടി അവിടെ ഉണ്ട്. വണ്ടി ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ തന്നെയാണ് ബക്കാലുള്ളത്. അപ്പോൾ പിന്നെ വണ്ടി എടുത്തൊരു കാര്യം ചേട്ടാ. ഈ വള്ളതാ ഇതേമാതിരി എപ്പോഴൊന്നും ഉണ്ടാവില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതേമാതിരി വള്ളമൊക്കെ ഞാൻ എവിടെയെങ്കിലും കാണുമ്പോൾ ആ വള്ളത്തിലൂടെ ഞാൻ വണ്ടിയിട്ട് പോകും. അത് വേറെ ഒന്നും കൊണ്ടല്ല. നാട്ടിൽ മഴ പെയ്യുമ്പോൾ ഈ മഴത്ത് വണ്ടിയിട്ട് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മഴയില്ല, ഒന്നുമില്ല. തണുപ്പുള്ള കാലത്ത് തണുപ്പ് വരും, ചൂടുള്ള കാലത്ത് ചൂട് വരും. അവിടെ മഴ പെയ്യണ പരിപാടി 12 കൊല്ലത്ത് വരട്ടെ മഴ പെയ്തു. ഇതാണ് നമ്മൾ വണ്ടി കേട്ടോ വെക്കണോടെ. കേക്കിട്ട് കുറച്ചായി. അപ്പോൾ ഇതേമാതിരി വള്ളം കാണുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം, ആ വള്ളത്തിൽ കൂടെ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സെക്കൻഡ് ഉണ്ടാവുള്ളൂ, 2 സെക്കൻഡ് 3 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു നാട്ടിൽ മഴ ചെയ്യുമ്പോൾ മഴത്ത് ആ വള്ളത്തിൽ കൂടെ വണ്ടിയിട്ട് പോകുന്ന ഒരു ഫീലാണ്. ബെൻസൊക്കെ ഉണ്ട്, അതൊക്കെ ആരാൻ്റെ വണ്ടിയാണെന്ന് മാത്രം, നമ്മ വണ്ടിയൊന്നുമല്ല. അങ്ങനെ വന്ന് നമ്മുടെ റൂമിലെത്തി. അപ്പം കാണാം, ഞാൻ അടുത്ത വീഡിയോ കണ്ട് കാണാം. അപ്പോൾ ഈ 2 പഴം ഒന്ന് കേട്ടെ.